ഗായ്സ് ഹായ് ഹലോ ഒരു സൂപ്പർ ആയിട്ടുള്ളൊരു കിഡിലൻ കൊഞ്ച് റോസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കിയാലോ. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ വീഡിയോ പോയി കണ്ടിട്ട് വരൂ. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല കടൽ കൊഞ്ചാണ്. ഇതുപോലെ നന്ദുവിൻ്റെ അച്ഛൻ വിഴിഞ്ഞത്തുനിന്ന് മേടിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് സൺഡേ ആയിട്ട് കൊഞ്ച് വെച്ചൊരു ചെറിയൊരു സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കി നോക്കാം. കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇത് ആകെപ്പാടെ ഒരു എണ്ണി നോക്കിയാൽ ഒരു 10 കൊഞ്ച് വരുമോ, 10-15 കൊഞ്ച്. നമുക്കത് ക്ലീൻ ചെയ്തതിന് ശേഷം നോക്കാം കേട്ടോ. എന്തായാലും ഈ കൊഞ്ച് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ കൊഞ്ച് അല്ലെങ്കിൽ ചെമ്മീനെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ പാത്രം നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കേട്ടോ, കാരണം ഇവിടെ ഞാൻ നോർമലി ഫിഷ് അല്ലെങ്കിൽ മീനൊക്കെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ബേസിനിലാണ് വയ്ക്കുന്നത്. അല്ലാതെ നമ്മൾ സ്മെല്ല് വരുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കണ്ടെയ്നറിലാണ് കഴുകി നോർമലി തോർത്തിയെടുക്കാറുള്ളത്. രൂപയ്ക്കുള്ള കൊഞ്ചാണ് കണ്ടോ. ഇതിൽ ആകെപ്പാടെ ഒരു 18 ഒരു 20 കൊഞ്ചിനകത്ത് വരത്തേ ഉള്ളൂ. നമുക്കിതൊരു ആക്ച്വലി ഒരു കൺഫ്യൂഷനാണ്. എനിക്ക് കൊഞ്ച് തോരൻ, ചെമ്മീൻ തോരൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ വീട്ടിലിതുപോലെ അച്ചമ്മ ചെമ്മീൻ തോരൻ വെച്ച് തരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെമ്മീൻ തോരനും രസവും കൂട്ടി ചോറുണ്ണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കൊഞ്ച് ഫ്രൈ ചെയ്യാൻ മാത്രം നഷ്ടമാണ്, കാരണം നമ്മൾ 100 രൂപയ്ക്ക് ഇത്രയും കൊഞ്ച് ചെമ്മീൻ മേടിച്ചിട്ട് ഫ്രൈ ചെയ്താൽ ഒന്നും കാണത്തില്ല അതിൽ. പിന്നെ റോസ്റ്റ് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിന്നൊരു റോസ്റ്റ് ഉണ്ടാക്കി നോക്കാമെന്ന് ഉള്ളൊരു ഇതുണ്ട്, കാരണം ഒരു നോൺ വെജ് ടെക്സ്ചറും വരും, ആ ഒരു ഗ്രേവി കൂട്ടിയിട്ട് കഴിയും. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഹാഫ് ആൻ അവർ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതൊന്ന് ഫ്രിഡ്ജിൽ നമുക്കത് സെറ്റ് ചെയ്തെടുക്കാം. ഇവിടെ നല്ല മഴയാണ്. രാവിലെയൊക്കെ ഫുൾ മുറ്റമൊക്കെ ചെമ്മീൻ അല്ലെങ്കിൽ അഥവാ കൊഞ്ച് മസാലയൊക്കെ പുരട്ടി നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നതാണ്. ഈ ഒരു കപ്പിനകത്തേ ഉള്ളൂ, ആകെപ്പാടെ ഇത്രയേ ഉള്ളൂ ക്വാണ്ടിറ്റി. അപ്പോൾ ഞാനൊരു റോസ്റ്റ് ഉണ്ടാക്കാം എന്നാണ് വിചാരിക്കുന്നത്, കാരണം ഫ്രൈ ചെയ്താൽ ആർക്കും തികയത്തില്ല വീട്ടിൽ. അപ്പോൾ ഈ ഒരു ചെമ്മീൻ നമ്മൾ മസാലയൊക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് സെറ്റ് ചെയ്യാം കേട്ടോ. ഒരു അരമണിക്കൂർ ഒന്ന് പിടിക്കട്ടെ, മസാലയൊക്കെ പിടിക്കട്ടെ. കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. ഈ ഒരു റോസ്റ്റിനാണെങ്കിലും എന്തിനായാലും കുരുമുളക് പൊടിയും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചെമ്മീനൊന്ന് ഹാഫ് ആൻ അവർ ഫ്രിഡ്ജിനകത്ത് വയ്ക്കാം, എന്നിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം കേട്ടോ. ഈ റോസ്റ്റിൻ്റെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. ഒരു തക്കാളി വേണം, നമ്മൾ കൊഞ്ച് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. 2 സവാള, ഒരു തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി വേണം. പിന്നെ ഞാൻ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് നമ്മൾ കൊഞ്ച് ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലോട്ട് കടന്നാലോ. നമുക്കങ്ങനെ ഈ പ്രോൺസിനെ നമുക്ക് നല്ല വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാം കേട്ടോ. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ ആ വറുത്ത വെളിച്ചെണ്ണയിലാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മളിത് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഈ ഒരു ചെമ്മീൻ വറുത്തെടുക്കാൻ പാകത്തിന് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടിപ്പോയാലും കുഴപ്പമില്ല, കാരണം നമ്മൾ ബാക്കി മസാല ഇതിലാണ് സോട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ വെളിച്ചെണ്ണ പൊരിച്ചിട്ട് ബാക്കി ആ ഒരു ഓയിൽ വന്നാലും കുഴപ്പമില്ല. നമ്മളെപ്പോഴും ഒരു ലോ ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. ഓരോരോ പ്രോൺസ് വീതം നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സോ നമുക്കിതാ ഇവിടെ പ്രോൺസ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഓരോ പ്രോൺസ് വീതം നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. സ്പേസ് കൺസ്യൂം ചെയ്തിടാം കേട്ടോ. അപ്പോൾ നമുക്ക് മൊത്തം ഫില്ല് ചെയ്യാൻ പറ്റും. എല്ലാം നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് മറിച്ചിട്ട് 2 സൈഡും നല്ലപോലെ വേകുന്ന രീതിയിൽ ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ ഫ്രൈ ചെയ്ത് വരുമ്പോൾ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ നമുക്ക് ഗ്രേവി പിന്നെ ഒരുപാട് നേരം കറിയിലിട്ട് ഇതിനെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി കുക്കായിട്ടായിരിക്കും. ഫ്രൈ ചെയ്യുമ്പോഴേ പ്രോൺസ് നല്ലപോലെ കുക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് ബാക്കി കാണാം. പ്രോൺസ് വേകുന്ന ഈ സമയം കൊണ്ട് ഞാനിവിടെ ഓണിയൻ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 സവാളയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ നല്ലൊരു തിന്നായിട്ട് കനം കുറഞ്ഞ് നമ്മുടെ ആ റോസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ.
അത് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോ വെജിറ്റബിൾസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പ്രോൺസ് ഒക്കെ. ഇപ്പം നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇതൊക്കെ ഏതാണ്ട് വൺ സൈഡ് ആയിട്ടുണ്ട്. നമുക്കിതിനെ മറിച്ചിട്ട് ഓരോന്നായിട്ട് വറുത്തെടുക്കാം. താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലൊരു സ്മെല്ലാണ്. ഈ കിച്ചൺ ഫുള്ള് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. സോ അപ്പോൾ ഇവിടെ നമ്മുടെ ഫസ്റ്റ് ബാച്ച് പ്രോൺസ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ നല്ല നല്ല മൊരിച്ചെടുക്കാൻ നിന്നില്ല. അത്യാവശ്യം നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. മസാലയൊന്നും ഇതായിട്ടില്ല, അതായത് മസാലയൊന്നും നല്ല കരിഞ്ഞു പോയിട്ട്. സ്റ്റെപ്പ് നമ്മൾ ആ സെക്കൻഡ് ബാച്ച് ലെഫ്റ്റ് ഓവേഴ്സ് ഉണ്ടായിരുന്നത് നമ്മളിതാ ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് ബാച്ച് ഇതാ ഇവിടെ നല്ലപോലെ മൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ കരിച്ചെടുത്തില്ല, മസാലയൊന്നും നല്ല കരിഞ്ഞു പോയിട്ടില്ല. നല്ല അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട്. നല്ലപോലെ പ്രോൺസ് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് ഈ ബാച്ചും കൂടെ ഒന്ന് ഇപ്പോൾ റെഡിയാവും. അത് റെഡിയായി കഴിഞ്ഞിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്യാം. ഒരുപാട് ഓയിലാണ്, അൺഹെൽത്തി ആണ്, ഇത്രയും എണ്ണ ബാക്കി വന്നല്ലോ, എണ്ണ വേസ്റ്റേജ് അല്ലേ എന്നൊക്കെ പറയുന്നവർക്ക് ഈ ഓയിൽ നമുക്ക് വേണം കേട്ടോ. ആക്ച്വലി ഈ ഓയിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിത് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, ഡീപ്പ് ഫ്രൈ അല്ല. പക്ഷേ എങ്കിൽ പോലും ഈ ഓയിൽ എന്ന് പറയുമ്പോൾ ഇത് പരന്ന പാത്രമാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ കുഴിഞ്ഞ പോലത്തെ കണ്ടെയ്നേഴ്സ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ പരന്ന് കിടക്കുന്ന ഈ പാത്രം ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും എക്സസ് ഓയിലായിട്ട് തോന്നുന്നത്. പക്ഷേ നമുക്കിത് നമ്മുടെ ഉള്ളി വഴച്ചാനും ഈ കൊഞ്ചിൻ്റെ ഫ്ലേവർ ഇറങ്ങിയ ഓയിലാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതിൽ തന്നെയാണ് നമ്മൾ റോസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സീറോ വേസ്റ്റേജ് ആണ് കേട്ടോ. ഇത്രയും ഓയിൽ വേസ്റ്റ് ആവും അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, നല്ല ടേസ്റ്റി തന്നെയാണ്. പിന്നെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്, വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയുടേതായ ഒരു ടേസ്റ്റും കൂടി ഈ ഒരു റോസ്റ്റിന് കിട്ടും കേട്ടോ. കംപ്ലീറ്റ് പ്രോൺസ് നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതുവരെ തീ ഓഫ് ചെയ്തിട്ടില്ല. പ്രോൺസ് ഇവിടെ ഇരിക്കട്ടെ. നമ്മുടെ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ആ എണ്ണയിലോട്ട് നമുക്ക് ഈ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവോള അതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായി നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് വഴണ്ട് വരണം കേട്ടോ. റോസ്റ്റിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. അപ്പം ഞാൻ തീ വളരെ സിമ്മിലാണ് ഇട്ടേക്കുന്നത്. നമുക്ക് തീ കുറച്ചുകൂടി ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ട് നമുക്കിത് സവോള വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ഒരു ടേസ്റ്റ് മേക്കർ, ഈ ഒരു ഗ്രേവിയുടെ ടേസ്റ്റ് മേക്കർ എന്ന് പറയുന്നത് പെപ്പറിൻ്റെ കുരുമുളകിൻ്റെ ഒരു ഫ്ലേവറാണ് കേട്ടോ. കുരുമുളകും ഈ പ്രോൺസും നന്നായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ നമ്മൾ കുരുമുളകിൻ്റെ ഫ്ലേവറാണ് നമ്മുടെ ഈ ഒരു പ്രോൺസ് റോസ്റ്റിൽ കൂടുതലും വരുന്നത്. സവോളയുടെ കൂടെ യോജിക്കേണ്ട മറ്റൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ഞാൻ പറഞ്ഞല്ലോ, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് നാടൻ കുരുമുളകും കൂടിയിട്ട് ചതച്ചതാണ് കേട്ടോ. ജിഞ്ചർ ഗാർലിക്കിൻ്റെ കൂടെ ക്രഷ്ഡ് ആണ്, നല്ല ഫൈൻലി പേസ്റ്റ് അല്ല, ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി കുരുമുളകും പിന്നെ 2 പച്ചമുളകും. 2 പച്ചമുളക് ഇതുപോലെ രണ്ടായിട്ട് കീറിയതാണ്. ഇതും കൂടി നമുക്ക് ആ ഉള്ളിയുടെ സവോളയുടെ കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഒരു ഇച്ചിരി ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ആസ് യു ക്യാൻ സീ നമ്മുടെ ഇത് ആ സവോളയൊക്കെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മസാലാസ് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ മസാലാസ് ആഡ് ചെയ്ത് അതിൻ്റെ ഒരു ഈ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള മസാല നമ്മൾ ആഡ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ആ മസാല ഒന്ന് നമുക്ക് ഈ ഒരു ഇങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നമുക്ക് ഈ സെൻറ്റർ പോർഷനിലോട്ട് കുറച്ച് മസാലാസ് ആഡ് ചെയ്യാം. ഒന്നുമില്ല, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രമാണ് ആഡ് ചെയ്യുന്നത്. നമുക്ക് മസാലാസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മസാല ആഡ് ചെയ്തിട്ടുണ്ട്. മുളക് പൊടി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് നന്നായിട്ട് മസാല വഴറ്റിയെടുക്കാം. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ തക്കാളി ആഡ് ചെയ്യാൻ പോകുന്നത്. പുളിക്ക് ആവശ്യമുള്ള തക്കാളി നമ്മൾ ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതും കൂടെ കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു കേട്ടോ. നമ്മുടെ സംഭവം കഴിഞ്ഞിട്ടുണ്ട്. പ്രോൺസും കൂടി ആഡ് ചെയ്ത് നമ്മുടെ അതിൻ്റെ ആവശ്യമുള്ള മല്ലിയില കറിവേപ്പില എന്നിട്ട് ഫ്ലേവറിങ് ഏജൻസൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം.
ആഡ് ചെയ്ത ഈ മസാലയിലോട്ട് നമ്മൾ നമ്മുടെ പ്രോൺസ് കുട്ടന്മാരെ ആഡ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ പ്രോൺസ് കുട്ടന്മാരെ ഇതിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞു. ആഹാ, കണ്ടില്ലേ അതിൻ്റെ ഒരു ഭംഗി തന്നെ. നമ്മളിന്ന് എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിത് ഒരു കയ്യിൽ ക്യാമറ വെച്ചിട്ട് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം കൂടി യോജിപ്പിച്ചിട്ട് കാണിച്ചു തരാം. ഒരു 5 മിനിറ്റ് മസാലയുടെ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് ആ പ്രോൺസിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മൂടി വെച്ച് അടച്ചു കൊടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റിൽ ഒരു ലോ ഫ്ലെയിമിലിരുന്ന് നമ്മുടെ പ്രോൺസ് കുക്കാവട്ടെ. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കാണാം. അത് പ്രോൺസ് ഫ്രൈ ആണ്. ഫ്രൈ ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനത് കഴിച്ചു വെക്കുവാണേ. ഞാനൊരു ഇച്ചിരി എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഉപ്പും മസാലയും എല്ലാം കറക്റ്റാണ്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഈവൻ ഇടിയപ്പം അപ്പം അങ്ങനെ ഒരുപാട് ഐറ്റംസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, ഗംഭീര ടേസ്റ്റാണ്. സത്യത്തിൽ പറയാലോ, നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനാവട്ടെ അല്ലെങ്കിൽ ഹസ്ബൻഡിനാവട്ടെ ആർക്കായാലും ഉണ്ടാക്കി കൊടുത്താലും കുട്ടികൾക്കാവട്ടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. കുരുമുളകിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ വീക്കെൻഡ്സിലും ഒക്കെ കൊഞ്ച് കിട്ടുവാണെങ്കിൽ, ഈ ചെമ്മീൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ചെമ്മീൻ തീയലിനെക്കാട്ടിലും ചെമ്മീൻ തോരൻ വയ്ക്കുന്നതിനെക്കാട്ടിലും ബെസ്റ്റ് ഓപ്ഷൻസ് ഈ റോസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. ഇഷ്ടമായ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. അടിപൊളി ടേസ്റ്റി സ്പൈസി ആയിട്ടുള്ളൊരു പ്രോൺസ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ അത്രയേ ഉള്ളൂ. അൺടിൽ മൈ നെക്സ്റ്റ് വീഡിയോ, വിൽ സീ യു അഗെയിൻ. ബൈ ബൈ.